ഹായ് എവരിവൺ. ICT പാഠപുസ്തകത്തിലെ 10th സ്റ്റാൻഡേർഡിലെ 8ാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് ഗീവ് ലൈഫ് ടു പിക്ചേഴ്സ്. ഈ പാഠഭാഗങ്ങളിൽ നമുക്ക് ഒരു 2D ഇമേജസിൻ്റെ ആനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ട്യൂൺസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഇമേജിനെയും ഒരു 2D ഇമേജിനെയും നമുക്ക് ആനിമേഷൻ നൽകാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ഓപ്പൺ ട്യൂൺസ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ട്യൂൺസ് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ നമുക്ക് 2D ആനിമേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയർസ് ആണ് TubeTube ഡെസ്ക്, സിൻഫിക്സ് സ്റ്റുഡിയോ, അഡോബ് ആനിമേറ്റ് എന്നിവയെല്ലാം. നമ്മൾ ഓപ്പൺ ട്യൂൺസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതിൽ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്ന പേര് ലൂണ എന്നതാണ്. ഒരു പ്രൊജക്റ്റ് നെയിം നമുക്ക് കൊടുക്കാം. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി പ്രോജക്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതേ വിൻഡോയിൽ തന്നെ ന്യൂ സീൻ എന്ന് കാണാം. ന്യൂ സീനിൽ ക്ലിക്ക് ചെയ്യുക. സീൻ നെയിം നമുക്ക് ഫസ്റ്റ് സീൻ എന്ന് നൽകാം. സീൻ 1. ഇവിടെ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. സേവ് ഇൻ എന്ന ഭാഗത്ത് ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഫയൽ നെയിം ഇവിടെ ഫയൽ നെയിം കൊടുത്ത് ഇതിനെ സേവ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടുന്ന് നമ്മുടെ ഫോൾഡർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിൽ പോയി നമുക്ക് നമ്മുടെ ഫയൽ നെയിം കൊടുത്ത് അതിനെ സേവ് ചെയ്യാം. ഇനി ഇവിടെ ക്യാമറ സൈസ് എന്നിടത്ത് HD 720 എന്നുള്ള ഈ ഒരു സൈസ് നൽകാനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ആ സൈസ് സെലക്ട് ചെയ്യാം. യൂണിറ്റ്സ് പിക്സൽ എന്നാക്കി കൊടുക്കുക. ദെൻ ഫ്രെയിം റേറ്റ് എന്നത് 12 എന്ന് കൊടുക്കാം. ഫ്രെയിം റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡിൽ ഫ്രെയിംസിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡിൽ 12 ഫ്രെയിംസ് ആണ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് സീൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഫ്രെയിംസിൻ്റെ ഏരിയ. ഇവിടെ മുകളിൽ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ്. ഡ്രോയിങ് റൂം, ക്ലീനപ്പ് റൂം, പാലറ്റ്, ഇൻപെയിന്റ്, ആനിമേഷൻ, സ്കീമാറ്റിക്, ഇങ്ങനെ ബ്രൗസർ, ഈ രൂപത്തിൽ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ആനിമേഷൻ റൂമിലാണ് നമ്മുടെ ഫ്രെയിംസും നമ്മുടെ സീനും എല്ലാം കിട്ടുന്നത്. ഇവിടെയാണ് നമ്മൾ ആനിമേഷൻ നൽകുന്നതും. ആനിമേഷൻ റൂം ക്ലിക്ക് ചെയ്ത് ഈ ഭാഗത്ത് കണ്ടോ ഫ്രെയിം, ഇത് ഫസ്റ്റ് ഫ്രെയിം, സെക്കൻഡ് ഫ്രെയിം, തേർഡ് ഫ്രെയിം, ആ രൂപത്തിലും. ഇവിടെ കോളം 1, കോളം 2, കോളം 3. ഇത് കോളം 1ലെ ഫസ്റ്റ് ഫ്രെയിം എന്താണ് ഇത് ഉദ്ദേശിച്ചത്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഫ്രെയിമിലെ ഫസ്റ്റ് കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി ബ്രൗസർ എന്ന റൂമിൽ പോയാൽ നമുക്കിവിടെ മൈ ഡോക്യുമെന്റ്സിൽ നമ്മുടെ ഫോൾഡർ കാണാം. ഈ ഫോൾഡർ ഇവിടെ അവൈലബിൾ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ഹോമിലെ നമ്മുടെ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 10ലെ ആനിമേഷൻ എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പേസ്റ്റ് ചെയ്യുക ആനിമേഷൻ ഫോൾഡർ. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു മൈ ഡോക്യുമെന്റ്സിൽ ആനിമേഷൻ ലഭിക്കുകയുള്ളൂ. മൈ ഡോക്യുമെന്റ്സിൽ ആനിമേഷൻ ക്ലിക്ക് ചെയ്താൽ സീൻ 1 എന്ന ഫോൾഡർ കാണാം. ഈ ഫോൾഡറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫയൽസും ഇവിടെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ bg.png എന്ന ഫയലാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന് കൊടുക്കാം.
റൈറ്റ് ക്ലിക്കിൽ ലോഡ്, എഗെയിൻ ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ PG അവിടെ ലോഡായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആനിമേഷൻ എന്ന ഭാഗത്തേക്ക് പോവാം, എന്ന റൂമിലേക്ക്. ഇവിടെ നമുക്ക് കാണാം BG എന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രെയിമിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഫ്രെയിമിൽ, തേർഡ് ഫ്രെയിമിൽ ഒന്നും തന്നെ അത് അവൈലബിൾ അല്ല. അതിന് നമുക്ക് മറ്റു ഫ്രെയിമുകളിലേക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. അത് എത്ര ഫ്രെയിംസ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മുടെ സെക്കൻഡ്സ് നോക്കി, എത്ര സെക്കൻഡ്സിന്റെ ആനിമേഷനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. ഇവിടെ നമ്മളോട് 5 സെക്കൻഡിന്റെ ഒരു വീഡിയോ ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് FPS അല്ലെങ്കിൽ ഫ്രെയിം റേറ്റ് 12 ആണ് പറഞ്ഞത്. 1 സെക്കൻഡിൽ 12 ആയതുകൊണ്ട് 5 സെക്കൻഡിൽ 60 ഫ്രെയിംസ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് 60th ഫ്രെയിം വരെ കോപ്പി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 60 ഫ്രെയിംസിലും നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അവൈലബിൾ ആണ്. ഇതിനെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് റിപ്പീറ്റ് എന്ന ഒരു ബട്ടൺ കാണാം. ഇതാ റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് മുതൽ ഏത് വരെ, ഏത് ഫ്രെയിംസ് വരെ റിപ്പീറ്റ് ചെയ്യണം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് അപ്ലൈ എന്ന് കൊടുത്താലും നമുക്കിത് കോപ്പി ആവും. ഞാനിവിടെ ജസ്റ്റ് പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഇമേജ് വരച്ചെടുക്കണം. അതായത് നമ്മളോട് ഒരു ക്ലൗഡിൻ്റെ ഇമേജ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടി നമ്മൾ വീണ്ടും കോളം 2 ഫസ്റ്റ് ഫ്രെയിമിലെ കോളം 2 സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ലെവൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ ലെവൽ എന്നിട്ട് നമ്മൾ ഒരു പേര് നൽകുക. ഒരു ക്ലൗഡിൻ്റെ ഇമേജാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ക്ലൗഡ് എന്ന് കൊടുക്കുന്നു. ദെൻ ടൂൺസ് റാസ്റ്റർ ലെവൽ എന്നത് മാറ്റി ടൂൺസ് വെക്റ്റർ ലെവൽ എന്നാക്കുന്നു. ഓക്കെ, ഇവിടെ ക്ലൗഡ് എന്ന ഒരു ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ക്ലൗഡ് വരച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഡ്രോയിങ് റൂമിലേക്ക് പോകുന്നു. ഡ്രോയിങ് റൂമിലെ ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുന്നു. ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ജസ്റ്റ് ഒരു മേഘം, ഒരു ക്ലൗഡിനെ വരച്ചെടുക്കുകയാണ്. ഇതിനെ നമുക്ക് ഒന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യാം. എഡിറ്റിൽ പോയി ഗ്രൂപ്പ് അല്ലെങ്കിൽ Ctrl+G, ഇതിനെ എഡിറ്റിൽ പോയി ഗ്രൂപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ന്യൂ സ്റ്റൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കളർ, ഫിൽ കളർ മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫിൽ ടൂള് എടുക്കുക, കളർ ചൂസ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുക. ഫിൽ ടൂൾ യൂസ് ചെയ്ത് നമുക്കിവിടെ കളർ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആനിമേഷൻ നൽകേണ്ടതുണ്ട് ഈ ഒരു ക്ലൗഡിന്. അതിനു മുൻപ് ആനിമേഷൻ റൂമിൽ പോയി ഈ ഒരു ക്ലൗഡ് എന്ന ഒരു ഇമേജിനെ നമുക്ക് എല്ലാ ഫ്രെയിമിലേക്കും കോപ്പി ചെയ്യാം. അതിനു വേണ്ടി ഇതിനെ പ്രസ് ആൻഡ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ 60 ഫ്രെയിംസ് വരെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രെയിംസിലും നമുക്ക് ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ, ഇനി ഇതിന് ആനിമേഷൻ കൊടുക്കണം. അതിനുവേണ്ടി ആനിമേഷൻ റൂമിൽ തന്നെ നമുക്ക് ആനിമേറ്റ് എന്ന ഒരു ടൂള് അവൈലബിൾ ആണ്. ഈ ആനിമേറ്റ് ടൂള് എടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. ക്ലൗഡിൻ്റെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ സെറ്റ് കീ, അതിനെ കീ ഫ്രെയിം ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് ഭാഗത്താണോ ഫസ്റ്റ് നമ്മുടെ ക്ലൗഡ് നിൽക്കേണ്ടത് അവിടേക്ക് നമ്മൾ ക്ലൗഡിൻ്റെ പൊസിഷൻ മാറ്റുക. അപ്പോൾ കോളം 1ൽ ക്ലൗഡിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഇനി ലാസ്റ്റ് കോളം ഇതേപോലെ ഒരു കീ ഫ്രെയിം ആക്കി മാറ്റുക. സെറ്റ് കീ എന്ന് കൊടുത്തിട്ട് ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ക്ലൗഡ് എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ പൊസിഷൻ മാറ്റി കൊടുക്കുക.
ഈ ഒരു ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. ഫസ്റ്റ് ഫ്രെയിം ലാസ്റ്റ് ഫ്രെയിം മാത്രം നമ്മൾ പൊസിഷൻ കൊടുത്താൽ മതി, ബാക്കി എല്ലാ ഫ്രെയിമിലും ഓട്ടോമാറ്റിക്കായിട്ട് മൂവ്മെൻറ്റ് നടക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് ട്വീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് നമ്മുടെ ഇമേജ് പോവും. ഇനി പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു ആനിമേഷൻ മൂവ്മെൻറ്റ് കാണാവുന്നതാണ്. ക്ലിയർ? ഇവിടെ നമ്മൾ ഒരു ഇമേജ് കൊടുക്കുകയോ അതിനൊരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വരച്ച് ചേർത്തിട്ടുള്ള ഇമേജാണ്. ഇനി ഓൾറെഡി നമുക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമേജിനെ ആഡ് ചെയ്ത് അതിനെ എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. അതിനു വേണ്ടി കോളം 3-ലെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ബ്രൗസർ മെനുവിൽ പോയി നമ്മുടെ ആനിമേഷൻ മൈ ഡോക്യുമെന്റ്സിലെ ആനിമേഷൻ റൂമിൽ സീൻ 3-ൽ നമുക്കൊരു ക്ലൗഡ് ഇമേജ് വന്നിട്ടുണ്ട്. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് എന്ന് കൊടുക്കുക. ലോഡ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ ആനിമേഷൻ റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗഡ് അവിടെ അവൈലബിൾ ആണ്. ഈ ക്ലൗഡിൻ്റെ സൈസ് ഈ ഒരു സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ സെലക്ട് ചെയ്യാം. അതിൻ്റെ സൈസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ക്ലൗഡ് എന്ന ഒരു ഇമേജിനെ നമുക്ക് 60 ഫ്രെയിമിലേക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. ഇനി ആ ഒരു ക്ലൗഡിന് നമുക്ക് നേരത്തെ പോലെ ആനിമേഷൻ കൊടുക്കേണ്ടതുണ്ട്. ആനിമേറ്റ് ടൂള് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലൗഡ് ഓൾറെഡി ഒരു കീ ഫ്രെയിമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു കീയുടെ സിമ്പിൾ കാണുന്നുണ്ട്. ക്ലൗഡ് ഫസ്റ്റ് ഫ്രെയിം നമ്മുടേത് കീ ഫ്രെയിം ആണ്. അപ്പോൾ നമ്മുടെ ക്ലൗഡിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്ത് അതിനെ കീ ഫ്രെയിം ആക്കി മാറ്റുക. റൈറ്റ് ക്ലിക്ക് സെറ്റ്. ദെൻ നമ്മുടെ ക്ലൗഡിൻ്റെ പൊസിഷൻ എവിടെ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മുടെ 2 ഫ്രെയിംസിലെയും പൊസിഷൻ മാത്രം പറഞ്ഞു കൊടുക്കേണ്ടതുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ഓൾറെഡി ഫസ്റ്റ് ഫ്രെയിമിലേക്ക് ഇതിനെ മൂവ് ചെയ്ത് പ്ലേ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ 2 ഇമേജിനും നമ്മൾ കൊടുത്തിട്ടുള്ള ആനിമേഷൻ നമുക്ക് കാണാവുന്നതാണ്. ഈ രൂപത്തിലാണ് നമ്മൾ ഓരോ ഇമേജ് 2D ആനിമേഷൻസും ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കോളം 4-ൽ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. ബ്രൗസറിൽ പോയി നമ്മുടെ സീൻ 3-ൽ തന്നെ നമുക്കിവിടെ ഒരു bgmusic1.mp3 എന്ന ഒരു ഫയലുണ്ട്. അതിനെ റൈറ്റ് ക്ലിക്ക് ലോഡ് കൊടുത്ത ശേഷം ലോഡ് ചെയ്യുക. ആനിമേഷൻ റൂമിൽ പോയാൽ അതിവിടെ ലോഡായി നിൽക്കുന്നത് കാണാം. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി ഇതിനെ നമുക്ക് റെൻഡർ ചെയ്യാം. റെൻഡർ ചെയ്യുന്നത് എക്സ്പോർട്ടിംഗ് ആണ്. അതായത് ഈ ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് മോഡിൽ അല്ലെങ്കിൽ ഓപ്പൺ ടൂൺസിൽ ആണ് നമുക്കിതിനെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു MP4 വീഡിയോ ആയി നമുക്കിതിനെ കിട്ടുന്നതാണ്. അതിനുവേണ്ടി റെൻഡർ മെനുവിലെ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ റെൻഡർ ആയിട്ട് നിൽക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ തൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നൽകിയിട്ടുള്ള ആനിമേഷൻ. ക്ലിയർ? ഈ രൂപത്തിൽ നമുക്ക് ഏതൊരു ഇമേജിനെയും ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.